നമ്മൾ ഈ സിനിമ എഴുതി തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ സ്റ്റേജിൽ നമുക്കൊരു ആർട്ടിസ്റ്റിന് വേണ്ടി നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ ഫോർമറ്റീവ് സ്റ്റേജിൽ ഒരു സമയത്ത് ഭയങ്കര രാജേഷ് പുള്ളി ഉണ്ണിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഉണ്ണിക്ക് ഈ കഥ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു ഇമോഷണൽ കോർ മനസ്സിലാക്കുന്ന ഒരാള് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയായിരുന്നു ഉണ്ണിന്റെ ഇതിൽ കാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ണി ഇതിലേക്ക് സഹകരിക്കാന്ന് പറയുമ്പോൾ നമുക്കതിനുണ്ടായ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ണി നിഖിലിയും എന്നുള്ള കോമ്പിനേഷൻ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നൊരു കോമ്പിനേഷൻ ആയിരുന്നു. ഞാൻ ഇവരുടെ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ട് ആക്ച്വലി വിഷ്ണു മോഹന്റെ ഒരു പടത്തിന്റെ പൂജയുടെ ഇടയിൽ വെച്ചിട്ടാണ് ഇവർ ഒന്നിച്ച് സംസാരിക്കുന്ന ഒരു റീൽ വൈറലായിരുന്നു. പിന്നെ നിഖിലിനെ എനിക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് ശേഷം നിഖിലിയോട് സംസാരിച്ചു. നിഖിലിക്കും കഥ വർക്കൗട്ടായി. അങ്ങനെ രണ്ടുപേരും കാസ്റ്റ് ചെയ്യപ്പെട്ടു. ആദ്യമായിട്ട് ഇവർ രണ്ടുപേരോടും കഥ പറയുമ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയാം. എന്തായിരുന്നു ഇവരുടെ മുഖഭാവങ്ങൾ, എന്തായിരുന്നു ഇവരുടെ റെസ്പോൺസ്? ഈ മുഖഭാവം അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിന്ന് സൊസൈറ്റിയിൽ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പ്രഗ്നൻസിനെ പറ്റിയിട്ടും IVF പറ്റിയിട്ടും സെറോഗസിനെ പറ്റിയിട്ടും ഒരുപാട് ന്യൂസുകൾ അല്ലെങ്കിൽ ഒരുപാട് വാർത്ത സൃഷ്ടിക്കുന്ന ഇൻസിഡൻസ് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഒരു രസച്ചരട് മുറിയാതെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കഥയിലൂടെ ആൾക്കാരെ എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കുക എന്നുള്ളൊരു ഏരിയയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ കഥ പറയുമ്പോഴും നമ്മൾ ഡിസ്കഷൻ നടക്കുമ്പോഴും എല്ലാം ഇവരെല്ലാം അതിന്റെ പാർട്ടായിരുന്നു. ഉണ്ണിയുടെ സജഷൻസ് ഉണ്ടായിരുന്നു, നിഖിലയുടെ സജഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമ ഇപ്പൊ കാണുന്ന ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു എന്റർടൈനർ, ഒരു ഹാപ്പി അറ്റ് ദ സെയിം ടൈം ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറി. മുഖഭാവം ചോദിച്ചാൽ ബ്രദർ ആക്ച്വലി മാർക്കോ എന്ന സിനിമ ഷൂട്ടിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത സിനിമ ഷൂട്ടിംഗ് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഗെറ്റ്സ് എ ബേബിയാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോയുടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. മാർക്കോ പാൻ ഇന്ത്യൻ ഹിറ്റ് ആക്കണം എന്ന് വിചാരിച്ചെടുത്ത സിനിമയല്ല, അതങ്ങനെ ആയി തീർന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗെറ്റ്സ് എ ബേബി പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. ഫാമിലി മൂവീസ് കഴിഞ്ഞ 5 വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നി ഞാൻ ഇനി ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കോയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജക്റ്റാണ്. മാർക്കോ വലിയൊരു ഹിറ്റാണ്, ഓൾ സെഡ് ആൻഡ് ഗുഡ്. പക്ഷേ ഒരു മൂവി എന്ന നിലയിൽ ഞാൻ കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ആവുന്നത് ഗെറ്റ്സ് എ ബേബി എന്ന സിനിമയുടെ കോർ എസൻസിലാണ്. ദാറ്റ് ഈസ് സജീവൻ പറഞ്ഞു, ഞാനും പറഞ്ഞു, വിനയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. എനിക്ക് കണക്ട് ആവുന്ന കഥകൾ ഇപ്പോൾ വൈബിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഫാമിലി കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓക്കെ ഇതിലൊരു സിനിമയുണ്ടല്ലോ. ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം എന്താണെന്ന് ചോദിക്കുമ്പോൾ കുട്ടികളും ഫാമിലിയെ കുറിച്ചാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവർക്ക് 2 പേർക്കും ഉണ്ടാകുന്ന മെൻ്റൽ സ്ട്രഗിൾ, സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ, ഫാമിലീസിന് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇത്രയും ഭയങ്കര പക്വതയുള്ള ഒരു സബ്ജക്റ്റാണ് ഗെറ്റ്സ് എ ബേബി. ബട്ട് വിനയുടെ ഒരു സ്റ്റൈൽ ഓഫ് റെൻഡറിങ് ആൻഡ് ലുക്ക് ആൻഡ് ഫീൽ സിനിമ ലുക്സ് വെരി എൻഗേജിങ്, കളർഫുൾ. കുട്ടികൾക്കും ഫാമിലീസിനും കഴിക്കാൻ പോകുന്ന ആൾക്കാരും കല്യാണം കഴിച്ചവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഫാമിലി പ്ലാനിങ് ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ്സ് എ ബേബി ആയിരിക്കും. ദാറ്റ് ഇസ് എ ടേക്ക് അവേ. അതായത് നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം, വീട്ടിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. മാർക്കോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. മാർക്കോ ഒരു മൊമെന്ററി ഹൈ ആണ്. അഡ്രിനലിൻ അടിക്കില്ല. തിയേറ്ററിൽ ഇരിക്കുമ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. ഞാൻ ആ സിനിമ കണ്ടപ്പോൾ പക്ഷെ ഞാൻ പിന്നീട് എനിക്ക് മാർക്കോയെ കുറിച്ച് ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല. ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ്. ഗെറ്റ്സ് എ ബേബിയെ സംബന്ധിച്ച് ഒരു സ്ലോ ഗ്രോയിങ് പ്രോസസ്സാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് മാർക്കോയിൽ ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല. സ്വാഗ്, മ്യൂസിക്, സ്വാഗ്, ഇങ്ങനത്തെ ഒരു ജനറിക് ഫീഡ്ബാക്കാണ്. തിയേറ്ററിൽ അടിപൊളിയായിരുന്നു, വെൽ ആൻഡ് ഗുഡ്.
പക്ഷെ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു 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 കൊച്ചു കുഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഞാൻ ജനിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചു എന്ന് ഉള്ളൊരു ചോദ്യം. ആ അമ്മയുടെയും മകൻ്റെയും റിലേഷൻഷിപ്പിന് വേറെ തലത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകും. ഈ സിനിമ കൊണ്ട് സംഭവിച്ച ഒരു നല്ല കാര്യം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം, വിച്ച് വിൽ സ്റ്റേ ഇൻ മൈ മെമ്മറി. ആ സെൻസിൽ ആസ് എൻ ആക്ടർ ഓൾസോ, ഇപ്പോൾ വിനയ് എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ വിനയ്ക്കും ഇതൊരു ചലഞ്ചാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമ. സജീവ് ഒരു ഹാർഡ് കോർ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ലാലട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു മീശ പിരിക്കുന്ന സിനിമകളൊക്കെ പ്രതീക്ഷിക്കാം സ്കന്ദയിൽ. ഞങ്ങൾ പക്ഷേ ഓവറോൾ ഇങ്ങനത്തെ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനും എനിക്ക് ഫാമിലി ഓഡിയൻസ് ഇങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മാർക്കോ പോലത്തെ ഒരു A-സർട്ടിഫൈഡ് സെഗ്മെൻറ്റഡ് മൂവി ചെയ്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൈമറി ഓഡിയൻസ്, ഒരു നടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസാണ്. അവർക്ക് വേണ്ടി ഒരു സിനിമ ഇമ്മീഡിയറ്റ് വരുമ്പോൾ നന്നായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സിനിമയാണ്. നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഫോർ യു ഓൾസോ. ഞാൻ ഈ ഫാമിലീസ് എന്ന് പറയുമ്പോൾ പ്രായമില്ല, അതിൽ ജസ്റ്റ് ദാറ്റ് ഒരു കൊളാബറേറ്റീവ് സ്പേസ് നിൽക്കുന്ന ഒരു നല്ല സിനിമ.